ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കെസഡിയ. ഇതൊരു മെക്സിക്കൻ ഡിഷാണ്, പക്ഷേ നമ്മൾ ഇതിനൊരു ദേശി ടച്ച്, ഒരു നാടൻ ടച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ ഇംപെർഫെക്റ്റ്ലി ഡെലീഷ്യസ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്ത് ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് അതിനെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ മസാലകൾ മാത്രം ഇട്ടിട്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് സവാള, ഒരു ഹാഫ് സൈസ് മീഡിയം സൈസ് സവാളയും പിന്നെ കുറച്ച് തക്കാളി, ഒരു മാഗി ക്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പാനിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് ഒരു 4 തൊട്ട് 5 വെളുത്തുള്ളി, ഒരു ഹാഫ് ഇഞ്ച് ഇഞ്ചിയും കൂടെ ചതച്ച് വളരെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതിനകത്തേക്ക് 2-3 മുളകും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഈ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നല്ലപോലെ ഒന്ന് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് സോട്ടേ ചെയ്ത് അതിനെ ജസ്റ്റ് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കിയാൽ മതി. നമുക്കതിൻ്റെ കളർ ചേഞ്ച് ആക്കേണ്ട. അപ്പം ഇതിനകത്ത് ഞാനിടുന്ന ചിക്കനാണ്. നിങ്ങൾക്ക് വെജിറ്റേറിയൻസിന് ഇതിനകത്ത് പനീറോ അല്ലെങ്കിൽ സോയ ചങ്ക്സോ എന്ത് വേണമെങ്കിലും ഇടാം. അപ്പം കാസഡിയ സാധാരണ ഇതൊരു മെക്സിക്കൻ ഡിഷാണ്. അവർ അതിനകത്ത് ചീസും ചിക്കനും ഷ്രെഡ് ചെയ്തതും അല്ലെങ്കിൽ ബീഫും മട്ടനൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിനൊരു നല്ല ദേശി ടച്ച് കൊടുത്തിട്ട് കുറച്ച് മസാലയൊക്കെ ഇട്ട്, അപ്പോൾ അതിനകത്ത് ബാക്കി ടൊമാറ്റോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി മസാലകൾ മല്ലിപ്പൊടി ഹാഫ് ടീസ്പൂൺ, ചില്ലി പൗഡർ ഹാഫ് ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ, ഗരം മസാല ഒരു ഹാഫ് ടീസ്പൂൺ, പിന്നെ ചിക്കൻ്റെ ക്യൂബ്. ഞാനിതിനകത്ത് വേറെ ഉപ്പൊന്നും ഇടുന്നില്ല, കാരണം ചിക്കൻ ക്യൂബിന് നല്ല ഉപ്പുണ്ട്. അതേമാതിരി ഞാൻ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചത് അതിനകത്ത് നല്ലപോലെ സോൾട്ട് ഉണ്ട്. അപ്പം മസാല ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 5-6 മിനിറ്റ്സ് നല്ലപോലെ ഒന്ന് സോട്ടേ ചെയ്തിട്ട് പിന്നെ കുറച്ച് മല്ലിയില ഇട്ടിട്ട് അപ്പം നമ്മുടെ സ്റ്റഫിങ് റെഡിയായി. അതിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഉണ്ടാക്കാം ദ നെക്സ്റ്റ് പാർട്ട് ടോട്ടിയ. അപ്പോൾ ടോട്ടിയാസ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളതിനെ മൈദയും കൊണ്ടുണ്ടാക്കി ചപ്പാത്തി എന്നും പറയും. അപ്പം അതിനുവേണ്ടി ഞാനൊരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എണ്ണയും കുറച്ച് ഉപ്പും ഇട്ട് ഇളം ചൂടുവെള്ളത്തിൽ നല്ല സോഫ്റ്റ് ഡോ ആക്കി അതിനെ നമുക്ക് റെഡിയാക്കണം. എന്നിട്ട് അതിന് ഈക്വൽ പോർഷൻസ് ആക്കിയിട്ട് നമുക്കിതിനെ ചപ്പാത്തി റെഡിയാക്കാം. ഇത് നമുക്കിതിൻ്റെ കാസഡിയയ്ക്ക് വേണ്ടിയുള്ള ടോട്ടിയാസ് നമുക്ക് റെഡിമെയ്ഡ് കിട്ടും, സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അത് മേടിച്ചിട്ടും നമുക്ക് ചെയ്യാം. പക്ഷെ എന്തായാലും തുടങ്ങിയതല്ല, അപ്പോൾ എല്ലാം വീട്ടിലുണ്ടാക്കാമെന്നുള്ള ഒരു പ്ലാനിലങ്ങ് തുടങ്ങി. ഇത് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന മാതിരി തന്നെ നല്ല ഫൈനായിട്ട് വലിയതായിട്ട് എടുക്കണം. നല്ല അതിൻ്റെ കോർണേഴ്സ് എഡ്ജസ് ഒക്കെ നല്ല ഒരുപാട് ഇങ്ങനെ എന്താ പറയുന്നത്, തടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നല്ല പത്തലയായിട്ട് എടുത്തിട്ട് ചപ്പാത്തി ചെയ്യുന്ന മാതിരി 2 സൈഡും നല്ലപോലെ ബ്രൗൺ ആക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റഫിങ് റെഡി ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ മിയോണീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡ് മാത്രം നമ്മളിതിനെ ഫോൾഡ് ചെയ്യും. അപ്പം ഒരു സൈഡ് മിയോണീസ് സ്പ്രെഡ് ചെയ്തിട്ട് ബാക്കി നമ്മുടെ ചിക്കൻ സ്റ്റഫിങ് വെച്ച് കൊടുക്കാം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഇതിനകത്ത് പനീർ ഷ്രെഡ് ചെയ്തതോ അല്ലെങ്കിൽ സോയ ചങ്ക്സിൻ്റെ സ്റ്റഫിങ്സോ വെക്കാം. എന്നിട്ട് നമുക്ക് മോസറേല ചീസ് ഇട്ട് കൊടുക്കാം. കാസഡിയയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ചീസാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്, ചീസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് തവയുടെ മണ്ടയ്ക്കിട്ട് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ സ്പ്രെഡ് ചെയ്തിട്ട് 2 സൈഡും നല്ലപോലെ ബ്രൗൺ ആക്കി എടുക്കണം. കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ ആക്കി എടുക്കണം. അപ്പോൾ അന്നേരത്തേക്ക് അകത്തുള്ള ചീസും നല്ലപോലെ മെൽട്ടാവും. അപ്പോൾ ഇവിടെ നമ്മുടെ കാസഡിയ റാപ്പ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. നല്ലൊരു ദേശി ടച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല അകത്ത് നല്ല സ്പൈസി ഫ്ലേവറും സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഫോളോ, കമൻറ്റ്, ഷെയർ. താങ്ക് യു.